ഓ, ഞാൻ ആർക്കും ശല്യമൊന്നും ആവുന്നില്ല. നീ ഇങ്ങനെ എടുത്തോ പിടിച്ചോന്ന് അടുത്ത് കിടന്നിട്ടല്ലേ? അലോഷി ഹിമയിൽ നിന്ന് അകന്ന് ചെരിഞ്ഞു കിടന്നു. ഹാ, പെണങ്ങല്ലേ അച്ചാച്ചാ, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. ദാ ഇങ്ങോട്ട് നോക്കിക്കേ. ഹാ, നോക്കിക്കേ. ഒരു ഉമ്മ തന്നാ ദേഷ്യം മാറുമോ? അച്ചാച്ചാ സോറി, ഒന്ന് നോക്ക്. ഹിമ വിളിച്ചെങ്കിലും അലോഷി അനങ്ങിയില്ല. നാട്ടിൽ ഇത്രയും ചുള്ളൻ ചെക്കന്മാരുണ്ടായിട്ട് എനിക്ക് വെട്ടുപോത്തിനെയാണല്ലോ കർത്താവ് നീ കൊണ്ട് തന്നത്. ഹിമ ആരോടൊന്നില്ലാതെ പറഞ്ഞു. എന്താടി എന്താടി നീ ഇപ്പൊ പറഞ്ഞേ? അലോഷി അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. അല്ല, നേരത്തെ ആരോ AC-യുടെ തണുപ്പ് കൂട്ടുന്നത് കണ്ടു എന്ന് പറഞ്ഞതാ. പക്ഷെ ആരാന്ന് പിടികിട്ടുന്നില്ല. അച്ചാച്ചൻ കണ്ടോ ആരാന്ന്? അവൾ അലോഷിയുടെ മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞു. അലോഷിക്ക് ചിരി വന്നു. അവൻ അവളുമായി ഒന്ന് തിരിഞ്ഞു. അപ്പോഴേക്കും അലോഷി മുകളിലും ഹിമ താഴെയുമായിരുന്നു. അവൾക്ക് മേലെ കൈ കുത്തി നിന്നുകൊണ്ട് അവൻ ആകെ ഒഴിഞ്ഞൊന്ന് നോക്കി. ദേ അച്ചച്ച, വേണ്ട, ഒന്നാമത് വയ്യാത്തതാ. ആര് പറഞ്ഞു വയ്യാന്ന്? അതൊക്കെ നിന്റെ അച്ചാച്ചൻ്റെ ഓരോ നമ്പറല്ലേ കൊച്ചേ. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കൊച്ചിനെ ദാ ഇവിടെ ഇങ്ങനെ കിട്ടുമോ? അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തു. അവളുടെ കഴുത്തിലൂടെ അവൻ്റെ ചുണ്ടും നാവും അലഞ്ഞു നടന്നു. അവൻ്റെ പ്രവൃത്തിക്കനുസരിച്ച് അവൾ പുളഞ്ഞുകൊണ്ടിരുന്നു. പതിയെ അവളിൽ നിന്ന് ചെറു ശിൽക്കാരങ്ങൾ ഉയർന്നു കേട്ടു. തൻ്റെ ചുംബനത്തിൽ ബാധിയടഞ്ഞ അവളുടെ കണ്ണുകൾ കാണെ അവൻ ഒന്നുകൂടി അവളിൽ അമർന്നു. അവർ പരസ്പരം പ്രണയം പകരാൻ മത്സരിച്ചുകൊണ്ടിരുന്നു. അവസാനം രാത്രിയുടെ ഏതോ യാമത്തിൽ അവൻ അവളിൽ നിന്ന് പിൻവാങ്ങി. ദിവസങ്ങൾ വേഗം കടന്നുപോയി. ലിൻഡ എന്ന ശല്യം ഒഴിച്ചാൽ അലോഷിയും ഹിമയും ഹാപ്പിയാണ്. ഒരു നിമിഷം പോലും തൻ്റെ പ്രാണനായവളിൽ നിന്ന് അകലാൻ അലോഷിക്ക് പറ്റുമായിരുന്നില്ല. എത്ര കുറഞ്ഞ സമയം കൊണ്ടാണ് അവൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായത് എന്നവൻ ഓർത്തു. എന്നാൽ ഹിമയുടെ ഫാമിലിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോഴും അലോഷിയുടെ ഉള്ളൊന്ന് പിടയും. അലോഷിയുടെ മുഖത്തെ സന്തോഷം അന്നമ്മയ്ക്കും ഫിലിപ്പിനും വലിയ ആശ്വാസമായിരുന്നു. ഹിമയുടെ താളത്തിൻ്റെ തുള്ളലാണ് ഇപ്പോൾ അലോഷിയുടെ പ്രധാന പണി. അന്നമ്മോ, ഇങ്ങനെ കെട്ടിയോളുടെ പുറകെ നടക്കാതെ ആ തോട്ടത്തിലെ കാര്യമൊക്കെ ഒന്ന് നോക്കാൻ പറ അലോഷിയോട്. എല്ലാം കൂടി അലക്സിന് ഒറ്റയ്ക്ക് പറ്റുകയില്ല. ഓഫീസും തോട്ടവും എല്ലാം കൂടി ചെക്കൻ ഒറ്റയ്ക്കല്ലേ കിടന്ന് ഓടുന്നത്. നിന്റെ സൽപുത്രൻ ഒറ്റ ഒരുത്തൻ്റെ നിർബന്ധമല്ലേ ആ എക്സ്പോർട്ടിംഗ് കമ്പനി. എന്നിട്ടിപ്പോൾ അവൻ അതും വേണ്ട, ഫിലിപ്പ് പറഞ്ഞു. എന്തിനാ മനുഷ്യ ഇങ്ങനെ വാരി കൂട്ടുന്നത്? 10 തലമുറയ്ക്കുള്ളത് ഇപ്പൊ തന്നെ ഉണ്ട്. പിന്നെന്താ, പിള്ളേർ ജീവിക്കട്ടെ. അവൻ്റെ ഒരു കുഞ്ഞിനെ കൂടി കണ്ടിട്ട് മരിച്ചാൽ മതി എന്നാ എൻ്റെ ആഗ്രഹം. ആ, കർത്താവ് എല്ലാത്തിനും ഒരു വഴി കാട്ടിത്തരും, അന്നമ്മ പറഞ്ഞു. ഓ, അതിന് കർത്താവ് വിചാരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ പിള്ളേർ തന്നെ വിചാരിച്ചാലേ ഒക്കത്തുള്ളൂ, ഫിലിപ്പ് അന്നമ്മയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അച്ചച്ചാ, ഡാഡിയും മമ്മിയും നാട്ടിലേക്ക് വരുന്നൂന്ന് ഹിമ അലോഷിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. വലിയ സന്തോഷത്തിലാണ് ഹിമ. പക്ഷെ ആ സന്തോഷം അലോഷിയുടെ മുഖത്ത് കണ്ടില്ല. തന്നെ കെട്ടിപ്പിടിച്ച് പറയുന്നവളെ അലോഷി തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അവൻ്റെ പിടി തന്നിൽ മുറുകുമ്പോൾ അവൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായിരുന്നു. അച്ചച്ചാ, എന്നെ ഒന്ന് പള്ളിയിൽ കൊണ്ടുപോവോ? കൊഞ്ചിക്കൊണ്ട് ചോദിച്ചപ്പോൾ അലോഷിക്ക് എതിർത്തൊന്നും പറയാൻ പറ്റിയില്ല. പോവാം. എനിക്കും കുറച്ച് പരാതി ബോധിപ്പിക്കാനുണ്ട്. വേഗം റെഡിയായിക്കോ, അലോഷി പറഞ്ഞു. അവൻ്റെ കവിളിൽ അമർത്തി ഒന്ന് ചുംബിച്ച് ഹിമ പുറത്തേക്ക് പോയി. ആദ്യം കണ്ടത് അലക്സിനെയാണ്. ആഹാ, അലോഷിയുടെ രാജകുമാരിക്ക് രാവിലെ പിരികെട്ടിയോ? എങ്ങോട്ടാണ് തുള്ളിച്ചാടി? പൊന്നു കൊച്ചേ, പഴയ വീടാ, നീ ഇതെല്ലാം കൂടി പൊടിച്ചിടുവോ? അലക്സ് ചോദിച്ചു. ഒന്ന് പോ അലക്സ് ചായ. പിന്നെ ഇനി എന്നെ ഇതുപോലെ കളിയാക്കിയാലുണ്ടല്ലോ, എൻ്റെ മമ്മിയും ഡാഡിയും വരുന്നുണ്ട്, ഞാൻ പറഞ്ഞു കൊടുക്കുവേ. അത്രയും പറഞ്ഞ് ഹിമ അന്നമ്മയെ തിരക്കിപ്പോയി. അലക്സ് ഹിമയുടെ പോക്ക് നോക്കി കുറച്ചു സമയം അങ്ങനെ നിന്നു. അലോഷി റൂം പുകച്ചു തുടങ്ങി കാണും, അലക്സ് മനസ്സിൽ ഓർത്തുകൊണ്ട് അവിടേക്ക് നടന്നു. മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ സിഗരറ്റ് ഊതി പുകവിടുന്ന അലോഷിയാണ് അലക്സ് കണ്ടത്. വാടാ, ഇരിക്ക്. നീ അറിഞ്ഞോ കാര്യങ്ങൾ? അലോഷി ചോദിച്ചു. അറിഞ്ഞു. നിനക്ക് പേടിയുണ്ടോടാ? അലക്സ് ചോദിച്ചു. ഏയ്, എൻ്റെ കെട്ടിയോളെ എനിക്ക് നല്ലതുപോലെ അറിയാം. പിന്നെ അലോഷി ഒന്ന് നിർത്തി. ഒന്നുമില്ലടാ, അവൾക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല. നീ പുറത്തു പോയി വരാനൊരു 10 മിനിറ്റ് താമസിച്ചാലേ അതിൻ്റെ ഒരു വെപ്രാളം കാണണം, അലക്സ് പറഞ്ഞപ്പോൾ അലോഷിയുടെ മുഖത്തൊരു ചിരി വിരിഞ്ഞു.
സംസാരിച്ചു കഴിഞ്ഞ് അലക്സ് അലോഷിയെയും കൊണ്ട് പുറത്തേക്കിറങ്ങി. പുറത്തു പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഹിമ. അലോഷി ഒരു ചെയറിൽ അവളെ തന്നെ നോക്കിയിരിപ്പാണ്. എന്താണ് മിസ്റ്റർ അലോഷി, ആദ്യം കാണുന്ന പോലെ? ഹിമ ചോദിച്ചു. ഞാൻ എൻ്റെ കെട്ടിയോളെയല്ലേ നോക്കുന്നത്, അല്ലാതെ കണ്ടവളന്മാരെയൊന്നും അല്ലല്ലോ, അലോഷി പറഞ്ഞു. വല്ലവളന്മാരെയും ഒന്ന് നോക്കി നോക്ക്, അന്നറിയും ഈ ഹിമ ആരാണെന്ന്, ഹിമ അലോഷിയുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. അലോഷി അവളുടെ കൈ പിടിച്ച് വലിച്ച് തൻ്റെ മടിയിലേക്ക് ഇരുത്തി. ഓ പിന്നെ, ഹിമ ആരാണെന്ന് ഞാൻ നന്നായി അറിഞ്ഞതാ. പിന്നെ നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണേ ഇനിയും അറിയുന്നതിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, അലോഷി അവളുടെ അരക്കെട്ടിൽ പിടിമുറുക്കിക്കൊണ്ട് പറഞ്ഞു. വന്ന് വന്ന് ഒന്ന് മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായല്ലോ ഈശോയെ, എന്ത് പറഞ്ഞാലും അവസാനം ഇതിൽ വന്നേ നിൽക്കൂ. അല്ല മനുഷ്യ, അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക, നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ ചിന്തയൊന്നുമില്ലേ? ഹിമ അലോഷിയുടെ മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്ക് അത്ര നിർബന്ധമാണേ നിർത്താം. ഈ വയറ്റിൽ എൻ്റെ കുഞ്ഞു രാജകുമാരി വരുമ്പോൾ നിർത്താം. പിന്നെ 10 മാസം എൻ്റെ കൊച്ചിന് റെസ്റ്റാ. എന്താ, അത് മതിയോ? അലോഷി ചോദിച്ചു. ഞാനും അതിനെ തന്നെ കാത്തിരിക്കുന്നത്. എന്നിട്ട് വേണം ഇവിടെ ഒരാളെ ഇത്തിരി മര്യാദ പഠിപ്പിക്കാൻ. ഹിമ അലോഷിയുടെ കവിളിൽ ഒരു കടി കൊടുത്തിട്ട് പുറത്തേക്ക് പോയി. പള്ളിയിൽ പോകുമ്പോൾ ഹിമ വലിയ സന്തോഷത്തിലാണ്. അല്ലേലും അലോഷിയോടൊപ്പം എവിടെ പോകാനും അവൾക്ക് വലിയ ഉത്സാഹമാണ്. ഇത്രയും സന്തോഷത്തോടെ ഹിമയെ ഇതാദ്യമായിട്ടാണ് കാണുന്നതെന്ന് അലോഷിക്ക് തോന്നി. തിരിച്ചു വരുന്ന വഴിക്ക് കാണുന്നിടത്തൊക്കെ ഇറങ്ങി ആരോടോ ഉള്ള വാശിക്കെന്നോണം കണ്ടതെല്ലാം വാങ്ങി കൂട്ടുന്നുണ്ട് ഹിമ. അലോഷി ഒന്നും മിണ്ടാതെ അവൾ പറയുന്നതെല്ലാം അതുപോലെ ചെയ്യുന്നുണ്ട്. അല്ലാതെ വേറെ വഴിയില്ലല്ലോ. ഉച്ച കഴിഞ്ഞാണ് വീട്ടിലെത്തിയത്. ഫുഡ് പുറത്തു നിന്ന് കഴിച്ചതുകൊണ്ട് നേരെ റൂമിലേക്ക് പോയി. വാങ്ങിയ സാധനങ്ങൾ ഓരോന്നും എടുത്ത് പുറത്തു വയ്ക്കുന്ന തിരക്കിലാണ് ഹിമ. അലോഷി ബാൽക്കണിയിൽ നിന്ന് പുറത്തെ കാഴ്ചകൾ നോക്കി നിൽക്കുകയാണ്. ബാൽക്കണിയുടെ റെയിലിൽ 2 കൈയും ഊന്നി നിൽക്കുന്ന അലോഷിക്ക് മുന്നിലായി ഹിമ കയറി നിന്നു. എന്താണ്? എൻ്റെ അച്ചാച്ചനൊരു ആലോചന. രാജകുമാരിക്ക് പേര് കണ്ടുപിടിക്കുന്ന തിരക്കിലാണോ? ഹിമ ചോദിച്ചു. അലോഷി അറിയാതെ ചിരിച്ചുപോയി. അവൻ ഒരു കൈ കൊണ്ട് ഹിമയെ തന്നിലേക്ക് ചേർത്ത് നിർത്തി എന്തോ പറയാൻ തുടങ്ങി. പെട്ടെന്നാണ് ഒരു കാറ് പാലക്കൽ ഗേറ്റ് കടന്ന് വന്നത്. കാറിൻ്റെ വേഗത കണ്ടാൽ അറിയാം, ഡ്രൈവ് ചെയ്യുന്ന ആള് നല്ല ദേഷ്യത്തിലാണ്. മുറ്റത്ത് ബ്രേക്കിട്ട് നിന്ന കാറ് കണ്ടപ്പോൾ തന്നെ ഹിമയുടെ മുഖത്തെ ചിരി മങ്ങിയിരുന്നു. എടി, അവൾ അറിയാതെ പറഞ്ഞു. പെട്ടെന്നാണ് അതിൽ നിന്നും എടി ഇറങ്ങിയത്. കാറിൽ നിന്നിറങ്ങിയ ആളെ കണ്ടപ്പോൾ അലോഷിയുടെ മുഖം ആകെ വിളറി. പക്ഷേ എഡിയെ കണ്ട ഉടനെ ഹിമ തന്നിൽ നിന്ന് അകന്നു മാറുന്നത് കണ്ടപ്പോൾ അവന് സത്യത്തിൽ ദേഷ്യമാണ് വന്നത്. കാറിൽ നിന്ന് ഇറങ്ങിയ എഡി ആദ്യം കാണുന്നത് അലോഷിയുമൊത്ത് നിൽക്കുന്ന ഹിമയെയാണ്. അവൻ്റെ ഭാവം പെട്ടെന്ന് മാറി. അത് മനസ്സിലാക്കിയെന്ന പോലെ ഹിമ പെട്ടെന്ന് താഴേക്കോടി. ഇതെല്ലാം കണ്ട് കലി തുള്ളി എഡിയെ തന്നെ തറപ്പിച്ചു നോക്കി നിൽക്കുകയാണ് അലോഷി.